നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ എത്രാമത് ഉച്ചകോടിയാണ് 2024 ഒക്ടോബറിൽ നടന്നത്? 16ാമത് ഉച്ചകോടി. അപ്പൊ 2024 ഒക്ടോബറിൽ നടന്നത് ബ്രിക്സിന്റെ എത്രാമത് ഉച്ചകോടിയാണ്? 16ാമത് ഉച്ചകോടിയാണ്. ഇത്തവണത്തെ പ്രമേയം എന്തായിരുന്നു? ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക. ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു 2024 പ്രമേയം. എവിടെ വെച്ചായിരുന്നു ഉച്ചകോടി? റഷ്യൻ നഗരമായ കസാനിൽ വെച്ചിട്ടാണ് ഉച്ചകോടി നടന്നത്. അടുത്ത് 17ാമത് ഉച്ചകോടി നടക്കാനിരിക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. അപ്പൊ 17ാമത് ഉച്ചകോടി എവിടെയാണ് നടക്കാനിരിക്കുന്നത്? ബ്രസീലിലാണ് നടക്കാനിരിക്കുന്നത്. ഇപ്പൊ 2024 16ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റഷ്യൻ നഗരമായ കസാനിലാണ്. 17ാമത് ഉച്ചകോടി നടക്കാനിരിക്കുന്നത് ബ്രസീലിലാണ്. 2024 പ്രമേയം എന്തായിരുന്നു? ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇത്തവണത്തെ പ്രമേയം. അടുത്ത ചോദ്യം: കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിച്ചു വന്ന അവസാനത്തെ വൈദ്യുത നിലയം ഈയിടെ അടച്ചുപൂട്ടിയ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിച്ചു വന്ന അവസാനത്തെ വൈദ്യുത നിലയം ഈയിടെ അടച്ചുപൂട്ടിയ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. അടുത്തത് ഒരു പദ്ധതിയാണ്, വീട്ടുമുറ്റത്തെ വിദ്യാലയം. എന്താണ് ഈ പദ്ധതി? പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളുടെ വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അപ്പൊ വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന പദ്ധതി പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളുടെ വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്ന് ഓർക്കുക, വീട്ടുമുറ്റത്തെ വിദ്യാലയം. അടുത്തതൊരു ഓപ്പറേഷനാണ്, ഒരു പരിശോധന, ഓപ്പറേഷൻ അമൃത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത്. അമൃതിന്റെ ഫുൾ ഫോം എന്താണ്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നതാണ് അമൃതിന്റെ ഫുൾ ഫോം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിശോധന നടത്തിയത്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനായിട്ടാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. അടുത്ത ചോദ്യം: ആലപ്പുഴ ജില്ലയിൽ പുന്നമട കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴഞ്ഞത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ് ഇത്തവണ 1ാം സ്ഥാനം. പുന്നമട കായലിൽ നടന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 1ാം സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം: 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആര്? മിഥുൻ ചക്രവർത്തിക്കാണ് 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. പൂനെ വിമാനത്താവളത്തിന്റെ പേര് ഈയിടെ മാറ്റി. പുതിയ പേരെന്താ? ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നത് ഏത് വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ്? പൂനെ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി ആരാണ്? എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി. അടുത്ത ചോദ്യം: 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല ഏത്? കൊല്ലം ജില്ലയിലാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. കൊല്ലം ജില്ല. അടുത്തത് ഒരു പുരസ്കാരമാണ്, 2024 MK സാനു പുരസ്കാരം. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കാണ് MK സാനു പുരസ്കാരം നൽകുന്നത്. 2024 ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർ.
ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേറു ഇഷിബ. ഷിഗേറു ഇഷിബയാണ് ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ എവിടെയാണ് നടന്നത്? കൊച്ചിയിലാണ് അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ നടന്നത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 വിക്കറ്റ് തികച്ച എത്രാമത്തെ ഇന്ത്യക്കാരനായ ബൗളറാണ് രവീന്ദ്ര ജഡേജ? 7ാമത്തെ ഇന്ത്യക്കാരനായ ബൗളറാണ് രവീന്ദ്ര ജഡേജ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 വിക്കറ്റ് തികച്ച 7ാമത്തെ ഇന്ത്യക്കാരനായ ബൗളറാണ് ആര്? രവീന്ദ്ര ജഡേജ. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാ? അനിൽ കുംബ്ലെ, ആർ അശ്വിൻ, കപിൽ ദേവ്, ഹർഭജൻ സിംഗ്, സഖീർ ഖാൻ, ഇഷാന്ത് ശർമ്മ എന്നിവരാണ് ആരുടെ മുൻഗാമികൾ? രവീന്ദ്ര ജഡേജയുടെ മുൻഗാമികൾ. അപ്പോൾ 7ാമത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 വിക്കറ്റ് തികച്ച 7ാമത്തെ ഇന്ത്യക്കാരനായ ബൗളറാണ് രവീന്ദ്ര ജഡേജ എന്ന് ഓർക്കുക. അന്താരാഷ്ട്ര വയോജന ദിനം, ഓൾഡർ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഡേ എന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള അക്ഷയ മാട്രിമോണി സജ്ജമാക്കിയത്? കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള അക്ഷയ മാട്രിമോണി സജ്ജമാക്കിയത്. ഓക്കെ, അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ആദ്യത്തെ ചോദ്യം ബ്രിക്സ് ഉച്ചകോടിയെ പറ്റിയാണ്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 ഒക്ടോബറിലാണ് നടന്നത്. എവിടെയായിരുന്നു നടന്നത്? റഷ്യൻ നഗരമായ കസാനിൽ. എന്തായിരുന്നു ഇത്തവണത്തെ പ്രമേയം? ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക. 17ാമത് ഉച്ചകോടി നടക്കാനിരിക്കുന്നത് ബ്രസീലിലാണ്. കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിച്ചു വന്ന അവസാനത്തെ വൈദ്യുതി നിലയം ഈയിടെ അടച്ചുപൂട്ടിയത് ബ്രിട്ടൻ ആണെന്ന് ഓർക്കുക. വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്നത് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളുടെ വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. അമൃതിന്റെ ഫുൾ ഫോം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഫോർ ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ടുള്ള പരിശോധന. നെഹ്റു ട്രോഫി ജലോത്സവം, 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവം. കാരിച്ചാൽ ചുണ്ടനാണ് 1ാം സ്ഥാനത്തെത്തിയത്. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ്. പൂനെ വിമാനത്താവളത്തിന്റെ പുതിയ പേര് ജഗത് ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി അമർ പ്രീത് സിംഗ് ആണ്. എയർ ചീഫ് മാർഷൽ അമർ പ്രീത് സിംഗ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി ആതിഥേയത്വം വഹിച്ചത് കൊല്ലം ജില്ലയാണ്. 2024 MK സാനു പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്ക്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി ഷിഗേറു ഇഷിബ. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ നടന്നത് കൊച്ചിയിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 വിക്കറ്റ് തികച്ച എത്രാമത്തെ ഇന്ത്യക്കാരനായ ബൗളറാണ് രവീന്ദ്ര ജഡേജ? 7ാമത്തെ ഇന്ത്യക്കാരനായ ബൗളർ. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള അക്ഷയ മാട്രിമോണി സജ്ജമാക്കിയത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.